രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിന്റെ ഭജഗോവിന്ദം ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 5ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ളത് പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിന്റെ ക്ലാസ്, ചൊവ്വാഴ്ച രാധാറാണിയുടെ ക്ലാസ്, ബുധനാഴ്ച ഭജഗോവിന്ദം, വ്യാഴാഴ്ച ദിവസം അഷ്ടപതി എഴുതിയ ജയദേവ കവിയുടെ അസാധാരണമായ പ്രണയ ജീവിതത്തിലൂടെ പോകുന്നു. അങ്ങനെ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഈ ചാനൽ നൽകുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ കൊല്ലത്താണ്. എൻ്റെ അടുത്ത് നേരിട്ട് ചേർന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ ആൾക്കാർ വന്ന് പഠിക്കുന്നുണ്ട്. അവർക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു കൊടുക്കുമെന്നതാണ് എൻ്റെ രീതി എന്ന് പറയുന്നത്. പിന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ 9645333999, നിങ്ങൾ അതിലേക്ക് വിളിച്ചാൽ മതി. അതേ കണക്ക് ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കേൾക്കുക. ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ നേരത്തെ പറഞ്ഞ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്. നിശ്ചയമായും ഒരു ഹിന്ദു മരിക്കുന്നതിന് മുമ്പ് അത് കേട്ടിരിക്കണം. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിലുള്ളത് കേൾക്കണം. നമ്മളെ ക്ഷേത്രങ്ങളെ കുറിച്ചുള്ളത് നിങ്ങൾ കേൾക്കണം. അതേ കണക്ക് തന്നെ രാധികാ കവചൻ 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് 2 നിങ്ങൾ കേൾക്കുക. പിന്നെ രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും ഇല്ലാതെയും ഇട്ടിട്ടുണ്ട്. ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ ഇട്ടിട്ടുണ്ട്. നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എന്നും രാവിലെ എന്തെങ്കിലും ലഭിക്കുന്നതായിരിക്കും. പിന്നെ പോസിറ്റീവ് എനർജി നൽകുന്ന മോർണിംഗ് മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്.
എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആ ഭജഗോവിന്ദം പാടിത്തരുന്നത് അതേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആള് തന്നെയാണ്. ആരാണ്? അൽബ. അതെ, അൽബയാണ് നമുക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭജഗോവിന്ദം പാടിത്തരുന്നത്. ഞാൻ വീണ്ടും അൽബയെ കൊണ്ട് പാടിപ്പിക്കുന്നത് അൽബ അത് ഹൃദയത്തിൽ തട്ടി എന്ന് പാടുകയാണ്. അതുകൊണ്ടാണ് മറ്റു പലരും വന്നെൻ്റെ അടുത്ത് പാടാമെന്ന് പറഞ്ഞിട്ടും ഞാൻ കുറച്ചും കൂടെ അൽബ പോകട്ടെ എന്ന് കരുതിയത്. അൽബ വളരെ സിൻസിയറായിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട്, വളരെ മധുരമായ ശബ്ദത്തിൽ അത് പാടുകയാണ്. അൽബ അത് പാടുന്നത് കേട്ടുകൊള്ളൂ, അതിനുശേഷം ഞാൻ പഠിപ്പിക്കുന്നതാണ്. यावद्वित्तोपार्जन सत्तः स्थावन् निज परिवारो रक्तः पश्चाज्जीवति जर्जरदेः वार्तां कोऽपि न पृच्छति गेः. അപ്പോൾ നമ്മുടെ അൽബ അത് പാടിത്തന്നത് കേട്ടല്ലോ, എന്നാ കേട്ടോളൂ. യാവദ്വിത്തോപാർജന സക്താ സാവന്നിച പരിവാരോ രക്താം പശ്ചാജീവതി ജർജരദേഹേ വാർത്താം കോ അഭി ന പൃച്ഛതി ഗേഹേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അർത്ഥം എഴുതിക്കോ. യാവത് ഏത് കാലത്തോളം, യാവത് ഏത് കാലത്തോളം, വിത്തം വിത്തം എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതിക്കൊള്ളൂ ധനം. വിത്തം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ധനം. അടുത്തത് ഉപർജന. ഉപർജന സമ്പാദിക്കുക. ഉപർജന എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സമ്പാദിക്കുക എന്നാണ്. അടുത്തത് സക്ത താല്പര്യം. സ്ഥാവ വളരെ കാലം, വളരെ കാലം. നിജ തൻ്റെ, വളരെ കാലം. നിജ തൻ്റെ. പരിവാരം, പരിവാരം കുടുംബം, പരിവാരം കുടുംബം. രക്ത അർത്ഥം സ്നേഹമുള്ളവരായിരിക്കും, രക്ത സ്നേഹമുള്ളവരായിരിക്കും. പശ്ചാത് പിന്നീട്. ജീവനി ജീവിക്കുമ്പോൾ. ജർജരദേഹം അർത്ഥം ജരാനരകൾ ബാധിച്ച ദേഹം, ജരാനരകൾ ബാധിച്ച ദേഹം. വാർത്ത അർത്ഥം വാക്കുകൾ. കോ അഭി അർത്ഥം ആരായാലും. ന പൃച്ഛതി അർത്ഥം ചോദിക്കില്ല. ന പൃച്ഛതി എന്ന് പറഞ്ഞാൽ ചോദിക്കില്ല. ഗേഹേ അർത്ഥം വീട്ടിൽ, ഗേഹേ വീട്ടിൽ. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ധനം സമ്പാദിക്കാൻ കഴിയുന്ന കാലത്തോളം, അതായത് നമ്മുടെ കയ്യിൽ പണമുള്ള കാലത്തോളം മാത്രമേ മക്കളും ബന്ധുക്കളും എല്ലാവരും ഉണ്ടാകത്തുള്ളൂ. പിന്നീട് ജരാനരകൾ ബാധിച്ച് അവശരായി ജീവിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ പോലും ആരും നമ്മളോട് നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുകയില്ല. അങ്ങനെ ചോദിക്കാൻ ഒരാളും കാണുകയില്ല. അപ്പൊ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത് ഇതാണ്: നിങ്ങളുടെ കയ്യിൽ പണമുള്ളിടത്തോളം കാലം നിങ്ങളോടൊപ്പം ആള് വരും. പണം സമ്പാദിക്കാനുള്ള ആരോഗ്യമുള്ളിടത്തോളം കാലം നിങ്ങളോടൊപ്പം ബന്ധുക്കളും മക്കളും എല്ലാം കാണും. ജരാനരകൾ ബാധിച്ച് അനങ്ങാൻ വയ്യാത്ത ഒരവസ്ഥ വന്ന് അവശരായി പോയാൽ സ്വന്തം വീട്ടിൽ പോലും ആരും സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും നമുക്ക് എന്താണ് ഉണ്ടാകില്ല. അതായത് ധനമുള്ളപ്പോൾ ബന്ധുക്കളെല്ലാം ഇങ്ങനെ ഒത്തുകൂടും. ഏതുപോലെ പഞ്ചസാര കാണുമ്പോൾ ആ ഉറുമ്പുകൾ വരുന്നത് പോലെ. പക്ഷെ ആ പഞ്ചസാര തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കൊള്ളണം, ആ ഉറുമ്പുകൾ എങ്ങോട്ട് പോയെന്ന് നമ്മൾ പോലും കാണുകയില്ല. ഇതുപോലെ നിങ്ങൾ വയസ്സായി ജരാനരകൾ ബാധിച്ച് ഒന്നിനും പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ ഈ ബന്ധുക്കൾ മുഴുവനും നിങ്ങളിൽ നിന്ന് അകന്നു പോകും. ആദ്യം നിങ്ങളിൽ നിന്ന് അകലുന്നത് ആരായിരിക്കുമെന്നറിയാമോ? നിങ്ങളുടെ മക്കള് തന്നെ ആയിരിക്കും ആദ്യം അകലുന്നത്.
പിന്നാണ് മറ്റു ബന്ധുക്കളൊക്കെ അകലുന്നത്. നിങ്ങൾക്ക് അവശതയായി കഴിയുമ്പോൾ വയസ്സാം കാലത്ത് നിങ്ങൾ ആരും നിങ്ങളോട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട്, സുഖമാണോ എന്ന് പോലും ചോദിക്കുകയില്ല. നോക്കൂ, അതുകൊണ്ടാണല്ലോ ഇന്ന് ഓൾഡ് ഏജ് ഹോം പെരുകുന്നത് അല്ലേ? ഇന്ന് ഏറ്റവും കൂടുതൽ ഓൾഡ് ഏജ് ഹോം അല്ലേ? വയസ്സാകുമ്പം മക്കൾക്ക് വയ്യ അവരെ നോക്കാനായിട്ട്, അവർ റിട്ടയർഡായി, ഇനി വലിയ കഥയൊന്നുമില്ല, കൊണ്ടുചെന്ന് ഓൾഡ് ഏജ് ഹോമിലാക്കും. പിന്നെ പെൻഷൻ കിട്ടുന്ന അച്ഛന്മാരുണ്ടെങ്കിൽ മാത്രം ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ആ മൂലയ്ക്ക് അങ്ങ് ഇരുത്തിയേക്കും. അപ്പൊ അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമി പറയുന്നത്, മൂഢ, നിനക്ക് ധനമുള്ളിടത്തോളം ബന്ധുക്കളും മക്കളും കൂടെ കാണും, അല്ലാത്തപ്പോൾ അവരാരും കാണില്ല. ഈ സത്യം നീ മനസ്സിലാക്കി മക്കളിലും ബന്ധുക്കളിലും ഒന്നും ഒട്ടലില്ലാതെ ഗോവിന്ദനെ ഭരിക്കൂ. ഇതിൻ്റെ അർത്ഥം നമ്മൾ മക്കളെ ഉപേക്ഷിക്കണമെന്നല്ല, മനസ്സിലായില്ലേ? അത് വളരെ ഞാൻ വ്യക്തമാക്കി തരാം. നോക്കൂ, നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ ശരീരം, നിങ്ങൾക്ക് നമ്മുടെ ശരീരത്തെ കെയർ ചെയ്യാമെന്നല്ല, ചെയ്യണം. നമ്മുടെ ശരീരത്തെ നമ്മൾ കെയർ ചെയ്യണം. നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടുന്ന ആഹാരം കഴിക്കണം. അതുകൊണ്ടാണല്ലോ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇറക്കിയില്ലേ, എങ്ങനെ നോൺ വെജുകാർ പെട്ടെന്ന് വെജിറ്റേറിയൻ ആകുമ്പോൾ നിങ്ങൾ മുട്ട കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ. കാരണം ശരീരത്തെ നിങ്ങൾ കെയർ ചെയ്യണം. നമ്മൾ എന്നും കുളിച്ച് ശരീരം വൃത്തിയാക്കി വെക്കണം. അപ്പൊ ശരീരത്തെ നിങ്ങൾ നന്നായി കെയർ ചെയ്യുക. പക്ഷേ ശരീരത്തോട് അറ്റാച്ച്മെന്റ് പാടില്ല, അത് പാടില്ല. ഈ ശരീരമാണ് ഞാൻ, അങ്ങനെ നിങ്ങൾ നിൽക്കാൻ പാടില്ല. ഈ ശരീരത്തിന് അപ്പുറമാണ് ഞാൻ. ഈ ശരീരം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഞാൻ സാക്ഷിയാണ്. ഇപ്പൊ രണ്ടുപേര് റോട്ടിൽ കിടന്ന് അടികൂടുന്നു, അപ്പൊ നമ്മൾ നമ്മുടെ വീടിന്റെ ജനലിലൂടെ അത് കാണുകയാണ്. അപ്പൊ നമ്മളവിടെ വെറും സാക്ഷിയാ, നമ്മൾ ആ പ്രവൃത്തിയിൽ പങ്കെടുക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ ശരീരം കാട്ടിക്കൂട്ടുന്ന ഒരു പ്രവൃത്തിക്കും നമ്മൾ പങ്കില്ല, ഇതിനോടൊരു അറ്റാച്ച്മെന്റും ഇല്ല. ഇത് നാളെ കത്തിച്ച് കളയേണ്ട ദേഹമാണ്. പിന്നെ കയ്യിലിരിക്കുമ്പം ആത്മാവിനെ വഹിക്കുന്നത് കൊണ്ട് അവന് വേണ്ടുന്ന വൈറ്റമിനൊക്കെ കൊടുത്ത് അവനെ എന്ത് ചെയ്യുന്നു, പോഷിപ്പിക്കുന്നു. അതായത് കെയറിങ് ശരീരത്തോട് നല്ലത്, അറ്റാച്ച്മെന്റ് പാടില്ല. ഇതുപോലെ മക്കളോടും ഭാര്യയോടും ഭർത്താവിനോടും ബന്ധുക്കളോടും ഒക്കെ കെയറിങ് ആകാം, നല്ല കെയറിങ് കൊടുക്കാം. പക്ഷേ ഏത് പാടില്ല, ഒരു തരത്തിലുള്ള അറ്റാച്ച്മെന്റും പാടില്ല. ആ അറ്റാച്ച്മെന്റ് ഗോവിന്ദനെ പ്രാപിക്കാൻ തടസ്സമാണ്. ഗോവിന്ദനെ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് മന്ത്രം ചൊല്ലുകയോ എന്നും ഗുരുവായൂർ പോവുകയോ അതുകൊണ്ട് ഭൗതിക നേട്ടം. ഗോവിന്ദനെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മക്കളെയും ഭർത്താവിനെയും ഭാര്യയെയും കെയർ ചെയ്യുക, അറ്റാച്ച്മെന്റ് ആകാതെ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗോവിന്ദനെ കിട്ടൂ എന്നാണ് പിന്നെ ആര് പറഞ്ഞിരിക്കുന്നത്, ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ബോഡിയെ എന്താണ്, കെയർ ചെയ്യുക, അതിനോട് ഒട്ടാതിരിക്കുക. ഇപ്പൊ ഒരു രാജാവ് അദ്ദേഹം ഒരു സൂഫി മിസ്റ്റിനെ ഡിന്നറിന് ക്ഷണിച്ചു. അപ്പൊ ആ സൂഫി മിസ്റ്റ്, അപ്പൊ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാവരും ഈ സൂഫി മിസ്റ്റിനെ കാത്തിരിക്കുകയാണ്. അപ്പൊ സൂഫി മിസ്റ്റ് സാധാരണ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നപ്പോൾ കാവൽക്കാർ കയറ്റിവിട്ടില്ല, പലതവണ പറഞ്ഞിട്ടും കയറ്റിവിട്ടില്ല. അവസാനം ഈ സൂഫി മിസ്റ്റ് പോയിട്ട് നല്ല കോട്ടും സൂട്ടും ഒക്കെ ധരിച്ചു കൊണ്ടുവന്നു. അപ്പൊ അവർ കയറ്റിവിട്ടു. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ശാലയിലെത്തി, എല്ലാ പണ്ഡിതന്മാരും ഒക്കെ ഇരിപ്പുണ്ട്. ഭക്ഷണം എല്ലാം വിളമ്പി കഴിഞ്ഞപ്പോൾ ഈ സൂഫി മിസ്റ്റ് ഈ ഭക്ഷണമൊക്കെ എടുത്ത് കോട്ടിന് കൊടുക്കാൻ തുടങ്ങി. നീ കഴിക്കെന്ന് പറഞ്ഞ് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ രാജാവ് അമ്പരന്നു, കൂടിയിരിക്കുന്നവരും അമ്പരന്നു. അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു, നോക്കൂ, ഇതിനകത്തേക്ക് കയറ്റി വിട്ടത് എന്നെയല്ല, ഈ കോട്ടിനെയാണ് കയറ്റി വിട്ടത്. അതുകൊണ്ട് ഈ ഭക്ഷണം എനിക്കല്ല അർഹത, ഈ കോട്ടിനാണ് അർഹത. മനസ്സിലായില്ലേ? അതായത് പുറമോടി കണ്ടിട്ട് ആ പുറമോടിയിൽ മയങ്ങി നിൽക്കുന്നവരാണ് നമ്മളെല്ലാം. നമ്മളൊക്കെ കോട്ടും സൂട്ടുമാണ് നോക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോട്ടിന് ഭക്ഷണം കൊടുക്കുന്നത് പോലെയാണ് ഈ ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നത്, അത്രയേ ഉള്ളൂ. കോട്ടിനോട് നമുക്ക് ഒരു അറ്റാച്ച്മെന്റും ഇല്ല. നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിനോട് എനിക്കെന്തോന്ന് അറ്റാച്ച്മെന്റ്, ഇതിനോടൊരു അറ്റാച്ച്മെന്റും ഇല്ല. പക്ഷേ ഈ വസ്ത്രം ഞാൻ കഴുകി റെഡിയാക്കി ഇടും. അപ്പോൾ ഈ സൂഫി മിസ്റ്റ് ഈ കോട്ടിന് ആഹാരം കൊടുത്തു, മനസ്സിലായില്ലേ? അതുപോലെ നമ്മളും ഈ കോട്ടിന് ആഹാരം കൊടുക്കുന്നത് പോലെയാണ് ഈ ശരീരത്തിന് ആഹാരം കൊടുക്കുന്നത്. പക്ഷേ ഈ ശരീരമല്ല നമ്മളെന്ന് നമുക്കറിയാം, ഈ കോട്ടല്ല നമ്മളെന്ന് നമുക്കറിയാവുന്നത് പോലെ ഈ ശരീരമല്ല നമ്മളെന്ന് നമുക്കറിയാം.
പക്ഷെ അതിനെ കെയർ ചെയ്യുക. നിങ്ങളൊരു കാര്യം, ശങ്കരാചാര്യ സ്വാമി പറഞ്ഞത് എത്ര സത്യമാണ്. നിങ്ങൾ അധികാരത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി പരക്കം പായും. അധികാരമോ പണമോ നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂടെ ആരും കാണുകയില്ല. ഇല്ലേ? നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ്, ആ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് എന്ത് ശക്തനാണ്. അദ്ദേഹം എവിടെ പോയാലും കൂടെ ഒരു പറ്റം പരിവാരങ്ങൾ കാണും. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ടാ സമയത്ത്? അധികാരമുണ്ട്. പക്ഷെ അധികാരം എല്ലാം വിട്ടൊഴിഞ്ഞ് അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെട്ട്, അല്ലേ, അതിനുശേഷം ബാംഗ്ലൂരാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു പള്ളിയിൽ അദ്ദേഹം മുട്ടുകുത്തിയിരിക്കുന്ന ഒരു പടം ഞാൻ കണ്ടു. ഒരു മനുഷ്യരുമില്ല, ആരുമില്ല. കണ്ടില്ലേ? അധികാരം പൊയ്ക്കഴിഞ്ഞപ്പോൾ ആ കൂടെ നിന്നവരെല്ലാം പോയി. പഞ്ചസാര തീർന്നു കഴിഞ്ഞാൽ എറുമ്പുകൾ അകലുന്നത് പോലെ പോയി. അപ്പൊ ഒരു കാലത്ത് AK ആന്റണി സാറൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പ്രതിരോധ മന്ത്രി വരെ ആയിരുന്നയാണ്. അദ്ദേഹത്തിന്റെ കൂടെ എത്ര പരിവാരങ്ങളാണ്. ഇപ്പം അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുന്നു. അതുകൊണ്ട് ആരുമില്ല, ഒരു മനുഷ്യരും ഇല്ല. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിനോ ഒരു സത്യപ്രതിജ്ഞയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നേരത്തെ നമ്മളൊന്ന് പോയി കാണുന്നു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനോട് ആരും ഇപ്പോൾ ഒട്ടുന്നില്ല. കാരണം എന്തുകൊണ്ട്? അദ്ദേഹത്തോട് ഒട്ടിയത് കൊണ്ട് കാര്യമില്ല. അദ്ദേഹത്തിന് അധികാരമില്ല. എന്തിനാണ് പറയുന്നത്? നമ്മുടെ സർവശക്തനായിരുന്ന പിണറായി സാറിനെ എടുത്തു നോക്ക്. പിണറായി സാറിന് അധികാരം പോയി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയില്ലേ? അതേസമയം അദ്ദേഹമാണ് വീണ്ടും ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നതെങ്കിൽ ഇവരാരെങ്കിലും മിണ്ടുമായിരുന്നോ? ഇല്ല. അപ്പൊ അധികാരം ഉള്ളപ്പം എല്ലാവരും നമ്മുടെ കൂടെ കാണും. അധികാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും പോകും. അത് പ്രധാനമന്ത്രി എടുത്തു നോക്ക്, നമ്മുടെ മൻമോഹൻ സിംഗ്, ഇവരൊക്കെ എടുത്തു നോക്കേ, ദേവഗൗഡ, അവർക്ക് അധികാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആര് തിരക്കുന്ന അവിടെ? നമ്മുടെ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ് വരെ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ്. അതിനുശേഷം നമ്മൾ അവരെ ആരെയും ഗൗനിക്കുന്നത് പോലുമില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അധികാരത്തിൽ നിങ്ങൾക്ക് ഇരിക്കാം, അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളെ സേവിക്കാം, അധികാരത്തെ കെയർ ചെയ്യാം, അധികാരത്തോട് അറ്റാച്ച്മെന്റ് പാടില്ല. മനസ്സിലായില്ലേ? അതേ കണക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ധനത്തിനോടും മക്കളോടും ആരോടും അറ്റാച്ച്മെന്റ് പാടില്ല, കെയറിങ് ആകാം. നമ്മളെ പൂജാരിമാര് സങ്കല്പ പൂജ കഴിഞ്ഞിട്ട്, നമ്മുടെ മൂകാംബിയയിലൊക്കെ സങ്കല്പ പൂജയുണ്ട്, നമ്മൾ പൂജാരിമാര് സങ്കല്പ പൂജ കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്ന ഒരു മന്ത്രമുണ്ട്. എന്താണ്? ജ്ഞാന ഭക്തി വർജ്യ സിദ്ധ്യർത്ഥം അഹം ഇദം പൂജാം കരിഷ്യേ. അല്ലേ? നിങ്ങൾ മൂകാംബിയയിൽ പോയാൽ സ്വാമിമാരെ കൊണ്ട് സങ്കല്പ പൂജ ചെയ്യിക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ആ സങ്കല്പ പൂജ, പൂജാരി സങ്കല്പ പൂജ കഴിഞ്ഞ് നമ്മളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്ന മന്ത്രം ഇതാണ്: ജ്ഞാന ഭക്തി വർജ്യ. വർജ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഉപേക്ഷിക്കുക, ഡിറ്റാച്ച്മെന്റ്. അറ്റാച്ച്മെന്റിനെ കളയുന്നതിനെയാണ് വർജ്യം. വർജ്യം ഉപേക്ഷിക്കേണ്ടത്. ജ്ഞാന ഭക്തി വർജ്യ സിദ്ധ്യർത്ഥം. സിദ്ധ്യർത്ഥം ലഭിക്കാൻ. അഹം ഞാൻ, ഇതം പൂജാം കരിഷ്യേ, ഈ പൂജ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം, ഞാൻ ഈ പൂജ ചെയ്യുന്നത് ജ്ഞാനം ലഭിക്കാൻ, ഭക്തി ലഭിക്കാൻ, ഒന്നിനോടും ഒട്ടാതിരിക്കാൻ. അതാണ് വർജ്യം. വർജ്യം, നമ്മളിത് വർജ്യമാണെന്ന് പറയത്തില്ലേ? വർജ്യം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കേണ്ടത്, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാൻ. അപ്പൊ 3 കാര്യങ്ങൾക്കാണ് നമ്മൾ സങ്കല്പ പൂജ ചെയ്തിരിക്കുന്നത്. നമുക്ക് ജ്ഞാനം കിട്ടണം. എന്താ ജ്ഞാനം? MAക്ക് പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് അല്ല, പുരാണങ്ങളല്ല. മനസ്സിലായി? ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഈ പുരാണങ്ങളുമായിട്ട് അങ്ങനെ ഒരുപാട് ഒട്ടരുതേ. കാരണം ഈ പുരാണങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടിമകളായങ്ങ് പോവുകയാണ്. പലപ്പോഴും എൻ്റെ കമന്റ് ബോക്സിൽ പുരാണങ്ങൾ ഉദ്ധരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന അടിയാണ്. സാധാരണ പെണ്ണുങ്ങളെക്കാൾ കഷ്ടമായിട്ടാണ് കമന്റ് ബോക്സിൽ കിടന്ന് ഓരോന്ന് അടി കൂടുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നും. പിന്നെ ഞാൻ അതങ്ങെടുത്ത് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ട്? ഈ ജ്ഞാനം കിട്ടിയവൻ പിന്നെ എന്ത് ചെയ്യത്തില്ല, പിന്നെ ഇങ്ങനെ അടികൂടാനൊന്നും പോകത്തില്ല. നിങ്ങളങ്ങനല്ല പറയുന്നത്, ഇന്ന പുരാണത്തിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് സത്യം. ഈ പുരാണങ്ങളിൽ തന്നെ പിൽക്കാലത്ത് എഴുതി ചേർത്തിട്ടുണ്ടെന്ന് പുരാണകാരന്മാർ തന്നെ പറയുന്നുണ്ട്. ബ്രഹ്മവൈവർത്തത്തിലും ഒക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇതിനോടൊന്നും നിങ്ങൾ ഒട്ടാതിരിക്കുക. അപ്പൊ നിങ്ങൾ ജ്ഞാനം എന്ന് പറഞ്ഞാൽ പുരാണങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവല്ല. പിന്നെ ഏതാണ് ജ്ഞാനം? ശ്രദ്ധിച്ചു വെക്കുക. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മവൈവർത്ത പുരാണമോ രാമായണമോ ഭാഗവതോ ബൈബിളോ ഒന്നും വായിക്കുമ്പം കിട്ടുന്ന അറിവല്ല. ഇവിടെ ഭഗവത് ജ്ഞാനം എന്ന് പറയുന്നത് ഞാൻ ആര്,
ഞാൻ എവിടെ നിന്ന് വന്നു, എങ്ങോട്ടേക്ക് പോകുന്നു, ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തെയാണ് ജ്ഞാനം എന്ന് വിളിക്കുന്നത്. പിന്നെ ഭക്തി കിട്ടണം, പിന്നെ വർജ്യം, ഒട്ടലുകൾ പാടില്ല. ഈ ഒട്ടലുകളെ കുറിച്ചാണ് എപ്പോഴും ഭഗവാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് എന്നാ പറയുന്നത്, നിങ്ങൾ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുക. ഒരു വള്ളം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തിയിൽ ഒരു കാല്, മക്കളോടുള്ള അറ്റാച്ച്മെന്റിൽ മറ്റൊരു കാല്. ഇതാണ് നിങ്ങൾ സഞ്ചരിക്കുന്ന തോണി മുങ്ങിപ്പോകാൻ കാരണം. ഇതേ ശ്രദ്ധിച്ചു നോക്കിക്കോണം. പിന്നെ ഒരാള് അയാളുടെ ഭാര്യ മരിച്ചുപോയി. അപ്പം മക്കൾ വളരെ ചെറുതാണ്. അതോടുകൂടി ഇയാൾക്ക് മക്കളോട് അമിതമായ സ്നേഹമായി. അങ്ങ് ഭയങ്കര സ്നേഹം കൊടുത്ത് അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്ത് വളർത്തിയതോടുകൂടി ഈ മക്കളൊരു ഉത്തരവാദിത്വ ബോധമില്ലാത്തവരായി മാറി. മക്കൾ വളർന്നു കഴിഞ്ഞിട്ടും ശരി തന്നെ എല്ലാം ഇയാൾ അധ്വാനിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. ആ സമയത്ത് ഒരു സന്യാസി വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, നിങ്ങൾ ഇങ്ങനെ ഒട്ടാതെ ഈ പിള്ളേരുടെ കൂടെ അവരെ വിട്, അവർ പോയി സ്വതന്ത്രമായി ജീവിക്കട്ടെ, നിങ്ങൾക്ക് വൈകുണ്ഠത്തേക്ക് പോകാം, അതിനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. അപ്പൊ അയാൾ പറഞ്ഞു, സ്വാമിജി വളരെ നന്ദിയുണ്ട് സ്വാമിജി ഇങ്ങനെ പറഞ്ഞതിന്, പക്ഷെ എൻ്റെ മക്കൾക്ക് കുറച്ചും കൂടെ ഒരു ഉത്തരവാദിത്വ ബോധം വേണം, കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോകാം സ്വാമി, എന്നെ കൊണ്ടുപോകണേ. സന്യാസി ഒന്നും മിണ്ടിയില്ല, തിരിച്ചുപോയി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് സന്യാസി വന്നു. പക്ഷെ അതിനു മുമ്പേ അയാൾ മരിച്ചുപോയി. എന്നിട്ടും സന്യാസി ആ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ജ്ഞാനദൃഷ്ടി കൊണ്ടൊരു കാര്യം കണ്ടു. അവിടെ ഒരു പശു നിൽക്കുന്നു. ആ പശു ആ മനുഷ്യനായിരുന്നു. അയാൾ പശുവായി ജനിച്ച് അവിടെ നിന്ന് ഇവർക്ക് കൂടുതൽ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സന്യാസി വീണ്ടും ഈ പശുവിനെ സമീപിച്ചിട്ട് പറഞ്ഞു, വല്ല കാര്യവും ഉണ്ടോ ഇങ്ങനെ നിന്നിട്ട്? ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഒരു കാര്യം ചെയ്യും, ബാ ഇപ്പൊ ഞാൻ വൈകുണ്ഠത്ത് കൊണ്ടുപോകാം, നിങ്ങളെ ഞാൻ വൈകുണ്ഠത്തേക്കാക്കാം. അപ്പൊ അയാൾ പറഞ്ഞു, സ്വാമിജി ഇപ്പൊ നേരത്തെ പോലല്ല, എൻ്റെ മക്കൾ കല്യാണം കഴിച്ചു, അവരുടെ ചെറുമക്കളുണ്ട്, അവർക്ക് ചെലവ് വേണം, ഞാൻ അവർക്ക് പാല് കൊടുത്ത് അവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവർ കുറച്ചും കൂടെ ഒന്ന് ഉത്തരവാദിത്വം വരട്ടെ സ്വാമിജി, അതിനുശേഷം ഞാൻ വരാം. അങ്ങനെ രണ്ടാമത്തെ സന്ദർശനവും എന്ത് ചെയ്തു, പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് ആ പശു മരിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞ് ഈ സന്യാസി വീണ്ടും വന്നു. വീണ്ടും വന്നപ്പോൾ ആ മനുഷ്യൻ ഒരു നായായി ജനിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതല്ല, നായ ഓടി നടന്നെല്ലാം നോക്കുകയാണ് അവിടെ, ഇങ്ങനെ വീട് മൊത്തം നോക്കി നടത്തുകയാണ്. വീട് മൊത്തം എന്ന് പറഞ്ഞാൽ പരിസരത്തോട്ട് മറ്റുള്ളവർ വരാതെ അന്യര് വന്നാൽ കുരച്ചുകൊണ്ട് കടിക്കാൻ വീണ്. അപ്പൊ ഈ സന്യാസി എന്നിട്ട് പറഞ്ഞു, ഇനിയെങ്കിലും മനസ്സിലാക്ക്, മനസ്സിലേ, നിങ്ങൾക്ക് വൈകുണ്ഠത്തേക്കുള്ള വഴി കാണിച്ചു തരാനാണ് ഞാൻ വന്നത്, ബാ എൻ്റെ കൂടെ വൈകുണ്ഠത്തേക്ക് പോകാം. അപ്പൊ അയാൾ പറഞ്ഞു, സ്വാമി ഇപ്പം മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയി, ഇങ്ങനെ നിന്നുകൊണ്ട് അവരുടെ കളികളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് സ്വാമി, പിന്നെ അവന്മാർ ഇച്ചിരിയും കൂടെ ഒന്ന് ഉത്തരവാദിത്വ ബോധമാകട്ടെ, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വരാം സ്വാമി, തീർച്ചയായിട്ടും വരാം, എനിക്ക് വൈകുണ്ഠത്ത് പോകണം. അങ്ങനെ ആ നായും മരിച്ചു. കുറെ നാൾ കഴിഞ്ഞ് സ്വാമിജി വന്നപ്പോൾ കാണാം ഈ മനുഷ്യൻ പാമ്പായി ജനിച്ചിരിക്കുന്നു. ഓർമ്മിക്കുക, ആർത്തി മൂത്ത് മരിക്കുന്ന ഏതൊരു മനുഷ്യനും പാമ്പായി ജനിക്കുമെന്നാണ് പറയുന്നത്. ഇയാൾ പാമ്പായി ജനിച്ചിട്ട് ഇയാളുടെ ധനമെല്ലാം കൂടെ കൂട്ടി വച്ചിരിക്കുന്ന ഒരു മുറിയുണ്ട്. അവിടെ ഇങ്ങനെ പോയി കാവലിരിക്കുകയാണ് ഇയാള്, ആരും വന്നിത് എടുത്തുകൊണ്ട് പോകാതിരിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഈ സന്യാസി എന്നിട്ട് എന്ത് ചെയ്തു, മക്കളോട് എന്നിട്ട് പറഞ്ഞു, അപ്പൊ ആ പാമ്പായി ഇരിക്കുകയാണ്. ആ സമയത്ത് സന്യാസി വന്നിട്ട് പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്ക് ഞാൻ വൈകുണ്ഠത്തേക്ക് പോകാം, മോക്ഷം കിട്ടും, എൻ്റെ കൂടെ വാ, ഇനി ഇങ്ങനെ കിടന്നലയാതെ. അപ്പൊ പാമ്പ് പറഞ്ഞു, സ്വാമിജി ഞാൻ സമ്പാദിച്ച ധനങ്ങളാണ് ഈ ഇരിക്കുന്നത്, ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ധനം അത് ഇവന്മാർ ദുരുപയോഗപ്പെടുത്തരുത്, അവർക്കൊരു ഉത്തരവാദിത്വം വന്നിട്ട് ഞാൻ വരും സ്വാമിജി എന്ന് പറഞ്ഞു. സ്വാമിജി തിരിച്ചു വന്നിട്ട് മക്കളോട് പറഞ്ഞു, ദേ അവിടെ ഒരു പാമ്പിരിക്കുന്നു. അവർ ചോദിച്ചു, എവിടെ? അതിനകത്ത് ആ മുറിയിൽ. മക്കളെല്ലാവരും കൂടെ വന്നു അപ്പോഴേ ദൂരെ നിന്ന് വാട്ടി കൊണ്ട് പാട്ടാന്ന് അടിക്കാൻ തുടങ്ങി. അടിയും കൊണ്ടിട്ട് പാമ്പ് അവിടുന്ന് ചാടി. അപ്പൊ അതിൻ്റെ അടുത്തൊരു ദ്വാരം ഉണ്ടായിരുന്നു, അതിലോ കൂടെ എഴഞ്ഞ് അങ്ങ് പോയി. അപ്പോഴത്തേക്ക് ആട്ടി കൊണ്ട് ചതഞ്ഞ് ആവശ്യനായി പോയി. സ്വന്തം മക്കളാണ് അടിച്ച് ചതച്ച് വിട്ടത്. അപ്പൊ ഇയാൾ അവിടെ കിടന്നുകൊണ്ട് വിളിക്കാൻ തുടങ്ങി, സ്വാമി വാ, വൈകുണ്ഠത്ത് പോകാം സ്വാമി, വൈകുണ്ഠത്ത് പോകാം. ഞാൻ ആർക്ക് വേണ്ടിയാണോ ജീവിച്ചത്, ആർക്ക് വേണ്ടിയാണോ കാവൽ നിന്നത്, അവന്മാരിതാ എന്നെ അടിച്ച് അവശരാക്കി കളഞ്ഞു സ്വാമി. പക്ഷേ സ്വാമി വന്നില്ല. അതാണ്
ദൈവം പല പല സമയത്ത് നിങ്ങൾ അടുക്കൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മോക്ഷം തരാൻ. പക്ഷേ നിങ്ങൾ അതൊക്കെ തട്ടി മാറ്റിയിട്ട് ഒരു ഗുണവുമില്ലാത്ത മക്കള്, ഭാര്യ ഇങ്ങനെ പറഞ്ഞ് കിടക്കുകയാണ്. നേരത്തെ പറഞ്ഞു അവര് വേണ്ടാന്നല്ല, ലൗകിക ജീവിതം നയിക്കുമ്പോൾ അതൊക്കെ വേണം, അവരെ കെയർ ചെയ്യാം. അറ്റാച്ച്മെന്റ് ആകരുത്. നമ്മൾ ബോഡിയെ കെയർ ചെയ്യുന്നു, പക്ഷേ ഇത് കത്തിച്ചു കളയേണ്ടതാണെന്ന ബോധം വേണം. മക്കളോട് സ്നേഹം കാണിക്കണം, പക്ഷേ ഈ മക്കൾ നമ്മളില്ലെങ്കിലും നമ്മളെ മറന്നുകൊണ്ട് ജീവിക്കുമെന്നറിയണം. പോയ ജന്മത്ത് വേറെ മക്കളായിരുന്നു, ഇനി വരുന്ന ജന്മത്ത് വേറെ മക്കള്, അങ്ങനെ എത്രയോ മക്കളെ നമ്മൾ വയറ്റിൽ ചുമന്നതാണ്. ഇനി വയ്യ എന്ന ഒരു തോന്നലിൽ വേണം നിങ്ങൾ അങ്ങനെ ചെയ്യാൻ. അതായത് ഒഴുകിപ്പോകുന്ന നദിയെ പോലെയാകണം. നദി ഒഴുകിക്കൊണ്ടേയിരിക്കും. അത് മനോഹരമായ സ്ഥലത്തൂടെ പോകുമ്പോൾ അല്പനേരം നിൽക്കാം, നിന്നിട്ട് ഈ സ്ഥലത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചിട്ട് പോകാം എന്നൊരിക്കലും ഒരു നദി കരുതാറില്ല. അതിനൊന്നിനോട് ഒട്ടലില്ല, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പൊ സ്വാമിജി പറഞ്ഞു, മനുഷ്യ, നിനക്ക് പണത്തോട് ആർത്തി വന്നാൽ, ബന്ധങ്ങളോട് ആർത്തി വന്നാൽ പിന്തിരിയാൻ പാടാണ്, അല്ലേ? ഏറ്റവും വലിയ കോടീശ്വരനായ ആൻഡ്രൂ കാർണി ഉണ്ടായിരുന്നല്ലോ. ആൻഡ്രൂ കാർണി ഒരു ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്ക് ഇപ്പം തന്നെ വയസ്സ് ഒരുപാടായി, നിങ്ങൾക്ക് എത്ര തലമുറയ്ക്ക് തിന്നാനുള്ളത് നിങ്ങൾ സമ്പാദിച്ചു, ഇനിയെങ്കിലും നിങ്ങൾക്ക് അല്പം ഒന്ന് വിശ്രമിച്ചുകൂടെ? അപ്പൊ അയാൾ പറഞ്ഞ പ്രശസ്തമായ ഒരു മറുപടി ഉണ്ട്, എനിക്ക് പണം ഉണ്ടാക്കാൻ അറിയാം, എനിക്ക് പണം നേടാൻ അറിയാം, എന്നാൽ അതെങ്ങനെ നിർത്തണമെന്നറിഞ്ഞൂടാ. എന്ന് പറഞ്ഞാൽ പണത്തോട് ആർത്തി തോന്നിയാൽ, ബന്ധങ്ങളോട് ആർത്തി തോന്നിയാൽ അത് നിർത്താൻ അതിനുള്ള വഴി നമുക്കറിയില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും അത് നടക്കുകയില്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, പണത്തിന്റെ പിന്നാലെ നീ ഇങ്ങനെ പോകരുതേ. പണവും അധികാരവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു ദിവസം വരും. അന്ന് നിന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും അകന്ന് പോകും. ആ സമയത്ത് നീ അധികാരമില്ലാതെ ചീറ്റാൻ ചെന്നാൽ, മനസ്സിലായില്ലേ? പഴയ പ്രതാപമോർത്തിട്ട് പ്രതാപം നശിച്ച കാലത്ത് ആജ്ഞാപിക്കാൻ ചെന്നാൽ ഇല്ല, മക്കൾ വടിയെടുത്ത് പാമ്പിനെ അടിച്ചതുപോലെ നിങ്ങൾക്ക് അടികൊള്ളും. ജരാനരകൾ ബാധിച്ച് കയ്യിൽ 5 പൈസ ഇല്ലാതെ കിടക്കുന്ന സമയത്ത് മക്കളോട് കയറി കയർക്കുകയാണ്, എന്താ നീ എന്നെ നോക്കിയാൽ, ഞാൻ ഉള്ള സമയത്ത് നിനക്ക് തന്നില്ലേ എന്ന് പറഞ്ഞാൽ ആ കാവലിരുന്ന പാമ്പില്ലേ, അതിൻ്റെ അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് മൂഢ, ബന്ധങ്ങളുടെ പിന്നാലെ പോകാതെ, നാരികളുടെ പിന്നാലെ പോകാതെ, ധനത്തിന്റെ പിന്നാലെ പോകാതെ. ഇതെല്ലാം നിനക്കൊരു ദിവസം നഷ്ടപ്പെടും. നിനക്ക് നഷ്ടപ്പെടാത്ത ഒരാളേ ഉള്ളൂ, അത് ഗോവിന്ദനാണ്. അതുകൊണ്ട് ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.